Good evening. Hello. സോ നമ്മൾ ലാസ്റ്റ് ഒരു നെയിം പാസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഏജും കൂടി ഒന്ന് പാസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കീ വാല്യൂ പെയറിൻ്റെ ഒപ്പം ഒരു കോമ ഇടാം, ഒരു കീ വാല്യൂ പെയറും കൂടി അഡീഷണലി ആഡ് ചെയ്യാം. ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ ആഡ് ചെയ്യുക, ദെൻ അതിൻ്റെ വാല്യൂ പാസ് ചെയ്യുക. ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് സിംഗിൾ കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, ഹോമിൽ പോവുക. ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ആ കീൻ്റെ നെയിം കൊടുക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. ദെൻ എന്ത് ചെയ്യുക, പൈത്തൺ manage.py റൺ സെർവർ കൊടുക്കുക, റൺ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ്, ആ ഒരു ലിങ്ക് വരും. ദെൻ അത് കോപ്പി ചെയ്യുക, ബ്രൗസറിലിടാം, പേസ്റ്റ് ചെയ്യുക, ദെൻ റൺ ചെയ്യുക. നമുക്ക് ആ ഒരു നെയിമും അതേപോലെ തന്നെ ആ പാസ് ചെയ്ത ഏജ് എന്ന് പറയുന്ന കീ വാല്യൂ പെയറും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് വാല്യൂസിന് വേണമെങ്കിൽ മാനുവലി നമുക്ക് ഇതേപോലെ പാസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോം പോലെ നമ്മൾ നമ്പേഴ്സിനെ എങ്ങനെ പാസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ നെയിമാണ് പാസ് ചെയ്യുന്നത്, നമുക്കൊരു ഫോമും ആക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്തതിന് ശേഷം മൊത്തത്തിലുള്ള അഡീഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, home.html തന്നെ അപ്ഡേഷൻ കൊടുക്കുകയാണ് കേട്ടോ. സോ home.html ഉള്ളിൽ എൻഡ് ബ്ലോക്കിന് മുമ്പായിട്ട് വേണം ആഡ് ഓൺ ചെയ്യാൻ. സോ എൻഡ് ബ്ലോക്കിന് മുമ്പായിട്ട് എന്ത് കൊടുക്കുക, ഫോം ക്രിയേറ്റ് ചെയ്യുക. ഫോം ടാഗ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെയായിരുന്നു ഫോം ടാഗ്സ് ഫെമിലിയർ ആയിട്ടുള്ളത്? എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു HTML ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ നിങ്ങള്? എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻപുട്ടൊക്കെ കൊടുത്തു. ഇപ്പം ഞാൻ ആക്ഷനൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഫോം ടാഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് നമ്പർ കോളൻ, ദെൻ ഇൻപുട്ട് ടാഗ് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. നെയിം ഈക്വൽസ് നമ്പർ 1 തന്നെ കൊടുക്കാം. സോ നെയിം ഈക്വൽസ് കോഡ്സിൽ num1 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു br ടാഗ് കൊടുക്കാം. br ടാഗ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ സെക്കൻഡ് നമ്പറിൻ്റെ ആ ഒരു ക്വറിയും കൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻപുട്ട് ടാഗ് ആയിട്ട് തന്നെ സബ്മിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് എന്നുള്ള രീതിക്ക്. ഇൻപുട്ട് ടാഗ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുക, ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് കൊടുത്താൽ മതി. ഇൻപുട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? ഏതിൻ്റെ ആയിരുന്നു? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ആൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വേറൊരു പേജിൽ ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. സോ ഇതിൻ്റെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണം, നമ്മുടെ ആ ഒരു റിസൾട്ട് പേജിലേക്ക് പോകണം. സോ അതും കൂടി നമുക്കൊരു പുതിയൊരു HTML ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ടെംപ്ലേറ്റ്സിൽ തന്നെ ന്യൂ ഫയൽ കൊടുക്കുന്നുണ്ട്. അതിൽ result.html എന്ന് പറയുന്ന ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. result.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. then അതിലും എന്ത് കൊടുക്കാം, curly brackets percentage symbol എന്ത് കൊടുക്കുക, എക്സ്റ്റെൻസ് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ base.html കൊടുക്കുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ എന്ത് കൊടുക്കാം, ആ എൻ്റയർ HTML സ്ട്രക്ചർ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു curly brackets percentage symbol ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റും. എന്ത് കൊടുക്കുക, ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുക. അതേപോലെ ജസ്റ്റ് റിസൾട്ട്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എൻഡ് ബ്ലോക്കും കൂടി കൊടുക്കണം. സോ curly brackets percentage symbol എന്ത് കൊടുക്കുക, എൻഡ് ബ്ലോക്കും കൂടി കൊടുക്കുക. എൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ റിസൾട്ട് പേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമ്മൾ ആ ഒരു സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് പേജ് ആണ് പാസ് ചെയ്യേണ്ടത്. സോ നമ്മൾ result.html കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് URL മാപ്പിംഗ് കൊടുക്കണം അല്ലേ. സോ ആഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് views.add എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് പോകണം. നമുക്ക് അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് പോകണം എന്നുള്ള രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വ്യൂസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെമോ അല്ല, പുതിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫ് എന്ത് കൊടുക്കുന്നുണ്ട്, ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. വാല്യൂസ് ഒന്നും നമ്മളിപ്പോൾ കറൻ്റ്ലി പാസ് ചെയ്യുന്നില്ല. സോ റിക്വസ്റ്റ് കോളൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു പേജ് റിട്ടേൺ ചെയ്യണം എന്നുള്ളത് മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ റിട്ടേൺ റെൻഡർ എന്ത് കൊടുക്കുക, റിട്ടേൺ റെൻഡർ കഴിഞ്ഞതിന് ശേഷം റെൻഡറിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് കോമ എന്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ ഇത് സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ്, നേരത്തെ സിംഗിൾ കോട്ട്സ് ആയിരുന്നു അല്ലേ. സോ സിംഗിൾ കോട്ട്സ് തന്നെ കൊടുക്കുക. എന്ത് കൊടുക്കുക, result.html കൊടുക്കുക. നമ്മൾ ആ ഫോമിൽ നമ്മൾ ആക്ഷൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മളിവിടെ വ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ആഡ് നമ്മുടെ URL ആഡ് ഓൺ ചെയ്യണം. സോ ഇങ്ങോട്ട് പോവുക, ആപ്പിൻ്റെ urls.py പോവുക. ഇവിടെ ബൈ ഡിഫോൾട്ട് ഡെമോ ആണ് കൊടുത്തിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു പുതിയ പാത്തും കൂടി ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ആഡ് എന്ന് പറയുന്ന പാത്ത് ആഡ് ഓൺ ചെയ്യുക. ദെൻ അതിന് ശേഷം കോമ views.add കൊടുക്കുന്നുണ്ട്. കോമ ഇത് കൊടുക്കുക, നെയിം കൊടുക്കുക. നെയിം ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ആഡ് തന്നെയാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. സ്പേസിങ്ങും കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പാത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ URLസിൽ ആപ്പിൻ്റെ URLസിൽ നമ്മളൊരു പുതിയ പാത്ത് ആഡ് ചെയ്തു. ദെൻ വ്യൂസിൽ ഒരു കുഞ്ഞ ഫംഗ്ഷനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്പർ എൻ്റർ ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. അത് സബ്മിറ്റ് ബട്ടൺ വന്നിട്ടില്ല അല്ലേ. സോ അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇൻപുട്ട് എനിക്ക് ഇവിടെ BR ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ല. കറക്ഷൻ വന്നിട്ടുണ്ട്. ഇൻപുട്ട് ടാഗ് കൊടുക്കുന്നുണ്ട്. ടൈപ്പ് ഈക്വൽ ഇത് കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ.
ഓക്കെ, സബ്മിറ്റ് ബട്ടൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബി ആർ ടാഗ് ക്ലോസ്ഡ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. 1ഉം 4ഉം വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പേജിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. നമുക്കിനി URL ആഡ് ഒന്ന് കൊടുത്ത് നോക്കാം. കണ്ടോ, URL ആഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, റിസൾട്ടിക്ക് വരുന്നുണ്ട്. ബട്ട് എന്താണ്, നമ്മുടെ ഫോമുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ആഡിൽ നമ്മൾ എന്താണ് വ്യൂസിൽ കൊടുത്തിട്ടുണ്ട്. വ്യൂസിൽ പോയി നോക്കുക, ഇവിടെ എന്താണ് URLs, ആപ്പിൻ്റെ URLs, പ്രൊജക്റ്റിൻ്റെ URLs തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്ത് കളയുന്നുണ്ട്. ആപ്പിൻ്റെ URLs നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂസിൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, result.htmlലേക്ക് പോകാനുള്ള പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പാത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് പോവാത്തത്. സോ ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇതാണ് result.htmlലേക്ക് നമുക്ക് ഈ ഒരു പാത്ത് പോകണം. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോംസ് ഡീൽ ചെയ്ത ആൾക്കാരല്ലേ, എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ എന്തായിരിക്കും ഇഷ്യൂ, എന്തായിരിക്കും, ആ ഫോമിനെ റെസ്പോൺസീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഫോമിൽ ആഡ് എന്ന് പറയുന്ന ആ ഒരു നെയിമും കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുക്കുന്നുണ്ട്. റിസൾട്ടിക്ക് വരുന്നുണ്ട്. ആക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു ആ ഫോമിന്. ഈ ആഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ വ്യൂ അല്ല, URLsൽ ഇവിടെ കൊടുത്ത നെയിമാണ് നമ്മൾ ആ ഒരു ഫോമിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് നമ്മുടെ ഫോമിലോ എവിടെ വേണമെങ്കിലും നമ്മൾ പ്രീവിയസ്ലി കൊടുത്തിട്ടുള്ള ആ വ്യൂസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയിമും കൂടി ആഡ് ഓൺ ചെയ്യുന്നത്. സോ ഈ ഒരു നെയിം നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോമിൽ ആക്ഷനിൽ ഞാൻ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ ആഡ് കൊടുത്തപ്പോഴായിരുന്നു URL നമ്മൾ അഡീഷണലി ആഡ് കൊടുക്കണമായിരുന്നു, അപ്പോഴായിരുന്നു ആ റിസൾട്ട് പേജ് വന്നിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആഡ് പേജിലേക്ക് പോയിട്ട് ഇവിടെ ഉണ്ടാവും മുകളിൽ നമ്മൾ ഗെറ്റ് മെത്തേഡ്, ബൈ ഡീഫോൾട്ട് ഗെറ്റ് മെത്തേഡ് ആണ് ഇവിടെ ആക്സസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മുകളിൽ നമുക്ക് എന്തോന്ന് num1ക്ക് 2 എന്ന് പറയുന്ന വാല്യൂ, num2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 4 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുകളിൽ നമുക്ക് URL കാണാം. അതേപോലെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേജിനെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫോം സബ്മിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷനോ ലോഗിനോ ചെയ്യുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ num1ലും num2ലും വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് റിസൾട്ട് പേജിക്ക് നമുക്കിനി പാസ് ചെയ്യാം. ഇത് ക്ലിയർ ആണോ, എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആണോ, ആ ഫോമും റിസൾട്ടും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് ഡൗട്ട്സ് ഉണ്ടോ. ഹലോ, ക്ലിയർ ആണോ. അതെ അതെ, ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ഈ വാല്യൂസിനെ ഇനി ഇങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ റിസൾട്ട് പേജിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് ആഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിരിക്കണം നമുക്കിനി ആ ഒരു പേജിൽ നമുക്ക് കൊടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അതൊക്കെ ഓക്കെ ഫൈൻ. വ്യൂസിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കൊടുക്കുന്ന പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇവിടെ ഹോമിൽ num1 num2 ആണ് നെയിം കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് 2 വേരിയബിൾ കൊടുക്കുന്നുണ്ട്. val1 ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട്, നമ്മൾ ഗെറ്റ് മെത്തേഡ് ആണ്, ബൈ ഡിഫോൾട്ട് ഗെറ്റ് മെത്തേഡ് ആണ് വരിക. സോ ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്ട്സിൽ num1. സോ ഫസ്റ്റ് വാല്യൂ നമ്മളിവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, val2 എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് വേരിയബിളിൻ്റെ വാല്യൂം കൂടി നമ്മളിവിടെ റിസീവ് ചെയ്യുക. ഇത് കൊടുക്കുക റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കോട്ട്സിൽ num2 കൂടി കൊടുക്കുക. ദെൻ
ഇതാണ്, ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. സോ RES റിസൾട്ട് ഈക്വൽസ് എന്ന് കൊടുക്കുക val1 പ്ലസ് ഇത് കൊടുക്കുന്നുണ്ട് val2 കൊടുക്കുന്നുണ്ട്. രണ്ട് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് ഡോട്ട് HTML പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കോമ എന്ത് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സിൽ കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കുക. കീൻ്റെ നെയിം എന്ത് കൊടുക്കുക, റിസൾട്ട് കൊടുക്കുക. ദെൻ അതിനുശേഷം കോളൻ അതിൻ്റെ വാല്യൂ RES ആയിട്ട് കൊടുക്കുക. സോ ആ വാല്യൂ റിസൾട്ട് ഡോട്ട് HTML പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കൂടെ വേണ്ടേ. സോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക, കോളൻ കൊടുക്കുക, ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൽ ഇത് കൊടുക്കുക, റിസൾട്ട് എന്ന് പറയുന്ന ഒരു കീ നെയിം കൊടുക്കുക. ഇവിടെ ഞാനൊരു ബോൾഡ് ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ റിസൾട്ട് ഡോട്ട് HTML ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ബ്രൗസറിലേക്ക് പോവുക, ബാക്ക് അടിച്ചാലും മതി. റിഫ്രഷ് ചെയ്തെടുക്കുക. സോ 1 ഇപ്പോൾ 2 സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഔട്ട്പുട്ട് വന്നത്? 1 2 ആണ് നമ്മുടെ ഔട്ട്പുട്ട് വന്നത് അല്ലേ. ബട്ട് ആക്ച്വലി എന്തായിരുന്നു വരുന്നത്, 1 + 2 3 ആയിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ 1 2 മാത്രം വന്നിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? num1നെയും num2നെയും സ്ട്രിങ് ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ num1 + num2 എന്ന് പറയുന്നത് സ്ട്രിങ് കോൺകാറ്റനേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത്. സോ നമുക്ക് നോർമൽ അഡീഷൻ ആണ് വേണ്ടത് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ വേരിയബിൾസിനെ ഇൻറ്റീജർ ആക്കണം. സോ views.py ഒന്നും കൂടെ പോവുക. എന്നിട്ട് റിസൾട്ടിന് റിക്വസ്റ്റിന് മുമ്പായിട്ട് ഇൻഡ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇവിടെ ക്ലോസ് ചെയ്യുക. ആസ് ദ സെയിം വേ ഇവിടെ ഇൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ ഇവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വന്നു? 3 വന്നു. അതായത് num1ഉം num2ഉം തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 3 വന്നു. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നോർമൽ ടെക്സ്റ്റ് ടൈപ്പ് ആണെങ്കിൽ സ്ട്രിങ് കോൺകാറ്റനേഷൻ ആയിരിക്കും നമുക്ക് അവിടെ നടക്കുന്നുണ്ടാവുക. അതിന് ഇൻഡ്, അതായത് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്കവിടെ നോർമൽ അഡീഷൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റി. ഇതേപോലെ നമ്മളിപ്പോൾ ഗെറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്തത്. ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിൽ എന്താണ്? ഗെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റും പോസ്റ്റും എന്താ? ഹലോ, ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വിസിബിൾ ആകുന്നതിനാണോ? എന്തായിരുന്നു? URL വിസിബിൾ ആകുന്നതിന്റെ. URL യൂസ്ഫുള്ളോ? URL വിസിബിൾ ആകുന്നത് URL വിസിബിൾ ആവുന്നത് ഏത് മെത്തേഡാ? ഗെറ്റ്. അപ്പൊ പോസ്റ്റിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരുന്നു? ഗെറ്റിനകത്ത് URL വിസിബിൾ ആകുന്നു. മറ്റൊരു പോസ്റ്റിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഗെറ്റും പോസ്റ്റും അല്ലാതെ വേറെ റിക്വസ്റ്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് അറിയാവോ? കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും? ഒരു 1-2 എണ്ണം പറയാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ? ഗെറ്റും പോസ്റ്റും അല്ലാതെ വേറെ റിക്വസ്റ്റ് മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ?
ആക്ച്വലി എന്ത് ഗെറ്റും പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ഒരു മെത്തേഡാന്ന് നമുക്കറിയാം. ഇത് എന്ത് മെത്തേഡാ? ഇവിടെ നമ്മളിപ്പോ മോസ്റ്റ്ലി ഗെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗെറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ് നമ്മൾ ഇനി അപ്കമിങ് ക്ലാസ്സസിൽ നമ്മൾ യൂസ് ചെയ്യും. സോ ഇതൊക്കെ അണ്ടർ വരുന്നത് HTTP മെത്തേഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഗെറ്റ് പോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. HTTP പ്രോട്ടോകോൾ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്താണ് HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? HTTPന്റെ ഫുൾ ഫോം അറിയില്ലേ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ അതിന് പല മെത്തേഡ്സ് ഉണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. സോ അതിൽ വരുന്നതാണ് ഈ ഗെറ്റ് പോസ്റ്റ്. അത് കൂടാതെ വേറെയും മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. സോ HTTP മെത്തേഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് പറയാം. സോ HTTP മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെബ് പോലെ വേണമെങ്കിൽ പറയാം. ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ, ക്ലയന്റ് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ആ അതിന്റെ റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, ആ URL ത്രൂ റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് പ്രോട്ടോകോളിനനുസരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ആ ഒരു വെബ് ബ്രൗസർ ത്രൂ അല്ലെങ്കിൽ ഒരു വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. സോ കോമൺലി യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ HTTP മെത്തേഡ്സ് ആണ് ഈ ഗെറ്റ് പോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതല്ലാതെ വേറെയും മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഗെറ്റ് പോസ്റ്റ് കൂടാതെ പുട്ട് ഉണ്ട്, പാച്ച്, ഡിലീറ്റ്, ഹെഡ് ഓപ്ഷൻസ്, അങ്ങനെ കുറേ റിക്വസ്റ്റ് മെത്തേഡ്സ് വേറെയും ഉണ്ട് കേട്ടോ. അതേപോലെ ട്രേസ് ഉണ്ട്, കണക്ട് ഉണ്ട്, ഹെഡ് ഉണ്ട്, അങ്ങനെ കുറേ റിക്വസ്റ്റ് മെത്തേഡ്സ് ഇത് കൂടാതെ ഉണ്ട് കേട്ടോ. ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സെർവറിൽ നിന്ന് ഒരു റിസോഴ്സ് വേണം. ഇപ്പൊ നമുക്ക് ഒരു സെർവറിൽ നിന്ന് ഒരു ഇമേജ് വേണം. ക്ലയന്റ് എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യും. സെർവർ അതിന് കറസ്പോണ്ടിങ് റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് ഫോമാറ്റ്. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. HTTP മെത്തേഡ്സ്. ക്ലയന്റും സെർവറും ജസ്റ്റ് അസ്യൂം ചെയ്യുക. എന്നിട്ട് അത് തമ്മിൽ എങ്ങനെയായിരിക്കും? ഒരു റിക്വസ്റ്റ്, ക്ലയന്റ് ഒരു റിക്വസ്റ്റ് ഇടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് റെസ്പോൺസ് എവിടെ നിന്ന് കൊടുക്കും? നമ്മുടെ സെർവറിൽ നിന്ന് പാസ് ചെയ്യണം അല്ലേ? സോ സിമ്പിൾ ആയിട്ട് ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സെർവറിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിലോ, ഇപ്പോൾ ഒരു ഫോം സബ്മിഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് എന്തോ ഡാറ്റ പാസ് ചെയ്യണം അല്ലേ? സോ അങ്ങനെ ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് ഫോമാറ്റിലായിരിക്കും അതിന്റെ വർക്കിംഗ് വരുന്നത്. സോ ഗെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഗെറ്റിൽ നടക്കുന്നത്? റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യാം. ഓക്കെ, റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സോ ക്ലയന്റ് ചെയ്യുന്ന ഇതിപ്പോൾ PHPന്റെ ആണ് ആ ഒരു ഇമേജ് കാണിക്കുന്നത്, അത് മൈൻഡ് ആക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ആ ഒരു ഡാറ്റ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലയന്റ് ചെയ്യുന്ന പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഡാറ്റ എന്തെങ്കിലും പാസ് ചെയ്യുവാണെങ്കിൽ ഗെറ്റിന്റെ URL നമുക്കത് വിസിബിൾ ആയിരിക്കും. സോ നമ്മുടെ ഡാറ്റ എന്തല്ല? പ്രൊട്ടക്റ്റഡ് അല്ല. സോ ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് അവിടെ അവൈലബിൾ ആവുന്നത് ഗെറ്റ് മെത്തേഡിൽ. ഇതിലിപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ കാണിച്ചു തരാൻ. ഓക്കെ,
സോ HTTP ക്ലയന്റ് ഒരു HTTP കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് എവിടെ നിന്ന് കൊടുക്കുന്നു, സെർവറിൽ നിന്ന് കൊടുക്കുന്നു. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ വരുന്നത്. സോ അതിൽ ഗെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക ഡാറ്റ, സെർവറിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. വെൻ നമുക്കൊരു URL, ബ്രൗസറിൽ ഒരു URL ഉണ്ട്, ഗെറ്റ് റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെബ് പേജിലേക്ക് എന്തെങ്കിലും സെൻഡ് ചെയ്യാൻ, റിക്വസ്റ്റ് എന്തെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ട് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ഡാറ്റ സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പുതിയൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ, അപ്ലോഡ് ചെയ്യണമെങ്കിൽ, ഫയൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിലേക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് മെത്തേഡാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് വരാം. ഗെറ്റ് റിട്രീവ് ചെയ്യാനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. സബ്മിഷനും യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് സ്റ്റിൽ സെക്യൂർഡ് അല്ല, അത്രയും സെക്യൂർഡ് അല്ല. നമുക്ക് തൊട്ടപ്പുറത്താണ് നമ്മൾ ഫോംസ് ഫിൽ ചെയ്യുന്നത്, നമുക്ക് മുകളിലത്തെ URL ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അത്ര സെക്യൂർഡ് അല്ല. സോ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എൻക്രിപ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ ഫോം സബ്മിഷന് ഗെറ്റിന് പകരം പോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. സോ തൊട്ടടുത്ത ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു മുകളിലത്തെ URL കണ്ടിട്ട് അയാൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റിനെ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് യൂസ് ചെയ്യുക. സോ നമ്മുടെ ഡാറ്റ കുറച്ചും കൂടി സെക്യൂർഡ് ആയിരിക്കും. സോ അതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് മെയിൻലി. ഇനി നെക്സ്റ്റ് പുട്ട് മെത്തേഡ് ഉണ്ട്. ഒരു എക്സിസ്റ്റിംഗ് റിസോഴ്സസിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഒരു പുതിയ ഡാറ്റ നമുക്ക് എന്താണ് ഒരു റിക്വസ്റ്റ് ത്രൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് പുട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസോഴ്സ് ഡാറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പുട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പുട്ട് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാച്ച് ആണ്. സോ പാർഷ്യൽ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്, ഒരു എക്സിസ്റ്റിംഗ് റിസോഴ്സസിലുള്ള പാർഷ്യൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാച്ച് യൂസ് ചെയ്യുക. പുട്ടും പാച്ചും അപ്ഡേറ്റ്സ് ആണ് മെയിൻലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും, ബട്ട് ഒരു എൻറ്റയർ എൻറ്റിറ്റീനെ റീപ്ലേസ് ചെയ്യുമല്ല എന്ത് ചെയ്യുന്നത്? പാച്ച് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പുട്ടിനെ പോലെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുമല്ല ചെയ്യുന്നത്, പാർഷ്യലി ആണ്. സോ പാർഷ്യൽ മോഡിഫിക്കേഷൻ മാത്രമേ എന്ത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ? പാച്ച് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻറ്റയർ എൻട്രീനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പെസിഫിക് പാർട്ട്, നമുക്കൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ എൻറ്റിറ്റീനെ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പ്രോപ്പർലി നമുക്ക് അവൈലബിൾ അല്ലെങ്കിലും, ബട്ട് ആ ഒരു സ്പെസിഫിക് പാർട്ടിനെ മാത്രമായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡിലീറ്റ് മെത്തേഡ് ആണ്. അതായത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് റിസോഴ്സസിനെ നമ്മുടെ സെർവറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡിലീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതേപോലെ നമ്മൾ ഗെറ്റ് പറഞ്ഞു, പോസ്റ്റ് പറഞ്ഞു, പുട്ട് പറഞ്ഞു, പാച്ച് പറഞ്ഞു, ഡിലീറ്റ് പറഞ്ഞു. സോ ഡിലീറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്പെസിഫിക് റിസോഴ്സസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സെർവറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ എന്താണ് ഹെഡ് ഫംഗ്ഷൻ ഉണ്ട് നമുക്ക്, ഹെഡ് മെത്തേഡ്, സോറി, ഗെറ്റുമായിട്ട് സിമിലർ ആണ്. ബട്ട് ഇവിടെ എന്താണ് റിക്വസ്റ്റ്, അതായത് അതിന്റെ ബോഡീനെ ചേഞ്ച് വരുത്താതെ അതിന്റെ ഹെഡേഴ്സിനെ മാത്രം, ഹെഡർ റിസോഴ്സസ് ഉണ്ടാവുമല്ലോ. സോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ മെറ്റാ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ എൻറ്റയർ കോണ്ടെക്സ്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹെഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗെറ്റിനോട് സിമിലർ ആണ്, ബട്ട് ഹെഡർ റിസോഴ്സസ് ആയിരിക്കും അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ബോഡി കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിന്റെ മെറ്റാഡാറ്റയൊക്കെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു റിസോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാതെ തന്നെ എൻറ്റയർ കണ്ടന്റിനെ നമ്മൾ ചെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ ആണ്. അതായത് നമ്മുടെ ആ ഒരു ടാർഗറ്റ് റിസോഴ്സസുമായിട്ടുള്ള, ആ ഒരു സ്പെസിഫിക് ടാർഗറ്റ് റിസോഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സോ HTTP മെത്തേഡ്സ് കൊടുക്കുമ്പോൾ എന്താണ് ആ ഒരു കറസ്പോണ്ടിങ് റിസോഴ്സസ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ്, അല്ലെങ്കിൽ ആ ഒരു സെർവർ എന്താണ് ആ റിസോഴ്സസിന് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരുവാണ് ഓപ്ഷൻസിൽ നമുക്ക് ചെയ്യുന്നത്. സോ ഓരോ മെത്തേഡിനും അതിൻ്റെതായ സ്പെസിഫിക് സെമാൻറ്റിക്സ് ഉണ്ട്.
സോ ആ സെർവറിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ API ത്രൂവോ എങ്ങനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. സോ ഇതാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നത്. നമ്മൾ ഗെറ്റ് പോസ്റ്റ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക എങ്കിലും ബാക്കിയുള്ളതും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ദെൻ നമ്മളിപ്പോൾ ഗെറ്റ് മെത്തേഡ് ആയിരുന്നു ചെയ്തത്. സോ ഗെറ്റ് മെത്തേഡ്സിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ അഡ്രസ്സ് നമ്മുടെ അഡ്രസ് ബാറിൽ, അതായത് നമുക്കത് വിസിബിൾ ആണ്, നമ്മുടെ അഡ്രസ് ബാറിൽ ഇത് വിസിബിൾ ആണെന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ കൂടുതൽ ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് നമുക്ക് ചിലപ്പോൾ അഡ്രസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഇങ്ങനെ അഡ്രസ് ബാറിൽ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ആവുന്നില്ല. സോ നമുക്കത് എന്ത് ചെയ്യണം, അതിന് പകരം നമുക്ക് പോസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കുറച്ചും കൂടി സെക്യൂർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പോസ്റ്റ് മെത്തേഡ് ആക്കി മാറ്റാം. സോ അതിന് വേണ്ടിയിട്ട് ഹോമിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കാം, മെത്തേഡ് ഈക്വൽസ് പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. മെത്തേഡ് ഈക്വൽസ് എന്ത് കൊടുക്കാം, പോസ്റ്റ് മെത്തേഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ വരും കേട്ടോ, എന്തായാലും വരും. ഓക്കെ, ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. എന്താണ്, റൺ ടൈം എറർ വന്നിട്ടുണ്ട് അല്ലേ. സോ മെയിൻലി ഇങ്ങനത്തെ എറർ വരാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് നമ്മളിവിടെ നമ്മുടെ ഫോമിൽ നമ്മൾ എന്താണ് കൊടുത്തത്, പോസ്റ്റ് മെത്തേഡ് ആണ് കൊടുത്തത്. ബട്ട് നമ്മുടെ ആ ഒരു ഇവിടെ എന്താണ്, പോസ്റ്റ് വയ URL/append. ഓക്കെ, മെയിൻറ്റെയിനിങ് പോസ്റ്റ് ഡാറ്റ, ചേഞ്ച് യുവർ ഫോം പോയിന്റ്സ് ടു ആഡ് നോട്ട് ദ trailing/append/forgetting. ഓക്കെ, ഇങ്ങനെ ഒത്തിരി എറേഴ്സ് വരും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക കേട്ടോ. എറേഴ്സ് കണ്ട് കണ്ട് ഫെമിലിയർ ആവും. നമ്മൾ ഇനി ഒത്തിരി എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ലോവർ കേസ് പോസ്റ്റ് മാറ്റിയിട്ട്, സോറി അപ്പർ കേസ് പോസ്റ്റ് മാറ്റിയിട്ട് ലോവർ കേസ് ആക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അത് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രൗസറിൽ പോയിട്ട് റിഫ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അഗെയിൻ റൺ ടൈമർ തന്നെ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു മെത്തേഡിൽ, അതായത് നമ്മൾ home.html നമ്മൾ എന്താണ് പോസ്റ്റ് മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് വ്യൂവിൽ നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. സോ അവിടെ അതൊരു ഇഷ്യൂ വരും. സോ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, CSRF ടോക്കൺ കൂടി കൊടുക്കണം. CSRF ടോക്കൺ കേട്ടിട്ടുണ്ടോ? CSRF ടോക്കൺ മുമ്പ് കേട്ടിട്ടുണ്ടോ? നമുക്ക് തന്നിട്ട് ഒന്നും കൂടി ബ്രേക്ക് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റൺ ടൈം എറർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എറേഴ്സ് പോയിന്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഹോം പോയിന്റ്സ് ടു ആഡ് കാണിക്കുന്നുണ്ട്. ബട്ട് എന്താണ്, ഫുൾ പാത്ത് കറക്റ്റ് അല്ല എന്നുള്ള രീതിക്ക് നമുക്ക് കാണിക്കുന്നുണ്ട്. ദെൻ പിന്നെ എറർ പോയിന്റ് ചെയ്യുന്ന ഏതൊക്കെ ഫയലിലേക്കാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാം. സോ common.py എന്ന് പറയുന്ന ഫയലിലേക്കൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ഏത് ഫയലാണ് കൊടുത്തിരിക്കുന്നത്, എന്താണ് ഇഷ്യൂ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. വ്യൂസിലാണ് ഇഷ്യൂ വരുന്നത് മെയിൻലി, ബിക്കോസ് നമ്മൾ അതിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സോ അതിൽ ഇഷ്യൂസ് വരും. സോ റിക്വസ്റ്റ് ഗെറ്റ് മാറ്റിയിട്ട് എന്താക്കണം, പോസ്റ്റ് ആക്കണം.
Okay, you call this URL via post, but URL doesn't end in a slash. Okay, ആ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. പോസ്റ്റിലാണ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് നമ്മൾ URL എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പോസ്റ്റ് ഡാറ്റ. സോ അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. സോ നമുക്കത് റെഡിയാക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ CSRF ടോക്കൺ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ക്രിയേറ്റ് ആക്കും. അതായത് നമ്മൾ ഒരെണ്ണത്തിൽ ഗെറ്റും അതേപോലെ മറ്റേ വ്യൂവിൽ പോസ്റ്റും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫോമിൽ പോസ്റ്റും വ്യൂസിൽ ഗെറ്റും ആണ് കിടക്കുന്നത്. സോ അവിടെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ക്രിയേറ്റ് ആവും. CSRFനെ ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർഗസി എന്നാണ് പറയുക. ഒരു അറ്റാക്കിംഗ് ആണ്. നമ്മൾ ഈ ഹാക്കേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അതേപോലെ ഹാക്കേഴ്സിന് നമ്മുടെ സൈറ്റിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു എന്താണ് സ്കോപ്പാണത്. സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഹാക്കേഴ്സിന് നമ്മുടെ ഡാറ്റ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അങ്ങനെയുള്ള ചാൻസസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ആണ് ഇത്. ഇതേപോലെയുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ CSRF ടോക്കൺ എന്ന് പറയുന്നത്. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള അറ്റാക്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി എന്താണ് CSRF അറ്റാക്സിനെ സ്പെസിഫിക് ആയിട്ടുള്ള ടാർജറ്റ് ഉണ്ടാവുമല്ലോ. ആ റിക്വസ്റ്റ് ചേഞ്ചിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ എന്താണ് ഇതേപോലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തെ കേസസിൽ ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? CSRF ടോക്കൺ കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതേപോലുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ റിക്വസ്റ്റ് എന്തെങ്കിലും മറന്നു പോവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ settings.py എടുക്കുക. അതിൽ മിഡിൽ വെയർ എന്ന് പറയുന്നൊരു ഇതാ കണ്ടോ, മിഡിൽ വെയറിൽ ഇത് കണ്ടോ CSRF വ്യൂ മിഡിൽ വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത് കണ്ടോ, Django.middleware CSRF. ഈ സംഭവത്തിനെയാണ് നമ്മൾ അവിടെ കോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. CSRF ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്തെടുക്കുന്ന ഈ ഒരു സെയിം സംഭവത്തിനെയാണ്. നമ്മളത് ഹോമിൽ യൂസ് ചെയ്യുന്നതല്ല, ബട്ട് നമുക്കത് ആഡ് ചെയ്യണം. അതേപോലെയുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള പോർഷനിലൊക്കെ നമുക്ക് അങ്ങനെ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ കൊടുത്തതിന് നമ്മൾ അവിടെ കോൾ ചെയ്യുന്നതേ ഉള്ളൂ. സോ CSRF ടോക്കൺ നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസിൽ റെഡി ആക്കാം. ഗെറ്റിന് പകരം എന്ത് കൊടുക്കുക? പോസ്റ്റ് കൊടുക്കുക. അതേപോലെ ഇവിടെയും പോസ്റ്റ് ആക്കാം. പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇത് അപ്പർ കേസോ ലോവർ കേസോ കൊടുത്താലും ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി റൺ ആവണത് നമ്മളിവിടെ കണ്ടിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടി Ctrl+C കൊടുത്തിട്ട് ഒന്നും കൂടി റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് ചെയ്യുന്നില്ല. ഒന്ന് ബാക്ക് അടിച്ചിട്ട് റിഫ്രഷ് ചെയ്യുന്നുണ്ട്, വാല്യൂ കൊടുക്കുന്നുണ്ട്. എഗെയിൻ എന്താണ് നമുക്ക് റൺ ടൈമർ തന്നെയാണ് കാണിക്കുന്നത്. മിഡിൽ വെയർ ലൈൻ നമ്പർ 87 സോ ഏതോ സ്ലാഷിൻ്റെ അവിടെ എന്തോ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. You call this URL via post, but the URL doesn't enter slash. / നമ്മൾ URL ചേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. URLസിൽ നമ്മൾ അതിന് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ലല്ലോ. സ്ലാഷ് വെച്ചിട്ട് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ദെൻ ആപ്പിന് നമ്മൾ പ്രൊജക്റ്റിന് നമ്മൾ URLs വേറെ അഡീഷണലി ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അത് ക്ലോസ് ചെയ്യാം. ദെൻ നമ്മൾ റിസൾട്ടിൽ അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. base.html നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നേ ഇല്ല. ദെൻ വ്യൂസിക്ക് പോവാം. വ്യൂസിൽ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോസ്റ്റിൻ്റെ അവിടെ റൺ ടൈം എററാണ് കാണിക്കുന്നത്. സോ post/maintaining post change
ഓക്കെ, ജാങ്കോ സെറ്റിങ്സിൽ അപ്പൻഡ് ചെയ്യാനാണ് പറയുന്നത്. സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. എറർ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഗെറ്റ് റിക്വസ്റ്റിൽ നമ്മൾ URL ബ്രൗസ് ചെയ്യുമ്പോൾ സ്ലാഷിലല്ല എൻ്റെ നിന്ന് ഓട്ടോ റീഡയറക്റ്റ് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. ബട്ട് പോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും അഡീഷണലി. സോ റീഡയറക്റ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യും. സോ പാത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. സോ നമ്മൾ പാത്തിൽ ആഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ലാഷും കൂടി പോസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടി വരും കേട്ടോ. സോ ഹോമിൽ പോവുക, ഇവിടെ ഒരു സ്ലാഷും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൊടുക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ റണ്ണാവട്ടെ. റണ്ണിങ്ങിന് നമുക്ക് ഇവിടെയും കാണാം. ഒന്നും കാണിക്കുന്നില്ല. ബാക്ക് അടിച്ചിട്ട് റിഫ്രഷ് ചെയ്തില്ലായിരുന്നു. റൺ ചെയ്ത് നോക്കുക. കണ്ടോ, ആ റീഡയറക്ഷൻ്റെ ഇഷ്യൂ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഗെറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ സ്ലാഷ് കൊടുക്കാൻ നിർബന്ധമില്ല. ബട്ട് പോസ്റ്റിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോൾ ആ സ്ലാഷും കൂടി ആഡ് ഓൺ ചെയ്യണം. പിന്നെ CSRF ടോക്കണും കൊടുക്കണം. ഓക്കെ, സോ ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഫോം സബ്മിഷൻ്റെ കേസിൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് വരാം. സോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, CSRF ടോക്കൺ യൂസ് ചെയ്യുന്നത്. നമ്മുടെ settings.py തന്നെ മിഡിൽ വെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, CSRF ടോക്കണിനെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മളിവിടെ കോൾ ചെയ്തെടുക്കുന്നത്. ദെൻ നമ്മൾ home.html നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോൾ പോസ്റ്റ് ആണെങ്കിൽ സ്ലാഷ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി കൊടുക്കേണ്ടി വരുന്നില്ല. സോ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഗെറ്റും പോസ്റ്റും ആണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്തത്. സോ അതിൽ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് നോക്കിയായിരുന്നു. ആസ് ദ സെയിം വേ നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തപ്പോഴേ എന്ത് ചെയ്യേണ്ടി വന്നു, ആക്ഷനിൽ ഒരു സ്ലാഷ് ആഡ് ചെയ്യേണ്ടി വന്നു. ദെൻ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് വരാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് CSRF ടോക്കൺ കൂടി നമ്മളതിൽ ആഡ് ചെയ്യേണ്ടി വന്നു. സോ അതാണ് നമ്മളിവിടെ അഡീഷണലി ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദെൻ MVT ആർക്കിടെക്ചർ നമുക്കറിയാം, MVT എന്നും പറയും, അതേപോലെ തന്നെ MTV എന്നും പറയും. നമ്മൾ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ അതിൽ വാല്യൂസ് ഒക്കെ പാസ് ചെയ്യുക. സോ എൻറ്റയർ ലേ ഔട്ട് HTML CSS JavaScript ഒക്കെ എന്തായിരിക്കും നമുക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡാറ്റാബേസിൽ നിന്ന് വരുന്ന ഡാറ്റേനെ നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. സോ സ്റ്റാറ്റിക് വെബ് പേജസിനൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മളിന്ന് യൂസ് ചെയ്തത് ഗെറ്റും പോസ്റ്റും ആയിരുന്നു. ബൈ ഡിഫോൾട്ട് നമ്മൾ ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു. ആസ് എ സെയിം വേ ഇത് മൾട്ടി വാല്യൂ ഡിക്ഷണറിക്ക് എററൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഗെറ്റ് മെത്തേഡിനെ പോസ്റ്റ് മെത്തേഡ് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഗെറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ എന്താക്കി മാറ്റാം, പോസ്റ്റ് ആക്കിയാൽ ആ ഒരു എറർ വരാനുള്ള ചാൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഡാറ്റേനെ ഫെച്ച് ചെയ്തെടുക്കേണ്ട കേസസിൽ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്യേണ്ട കേസസിൽ എന്ത് യൂസ് ചെയ്യുക, പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഡാറ്റ ഗെറ്റ് ചെയ്തെടുക്കുന്നതും അതിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അഡീഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവണം. സോ എന്ത് ചെയ്യുക, ഇതിപ്പോൾ 2 നമ്പേഴ്സ് റീഡ് ചെയ്യുന്നതല്ലേ, നമ്മൾ അഡീഷൻ മാത്രമല്ല ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ അതേപോലെ അഡീഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്യുക. നമ്മുടെ ഔട്ട്പുട്ടിൽ ആ ഒരു കണ്ടന്റിൻ്റെ ഒപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അഡീഷൻ മാത്രമാണ് ചെയ്തത്, അതിന് പകരം ഇത് കൊടുക്കുക, സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് റിസൾട്ടിൽ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേക്കുള്ള ടാസ്ക് ആണ്. സോ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
സോ result.html വെച്ചിട്ട് ചെയ്ത് നോക്കുക. അതേപോലെ എന്ത് ചെയ്യുക, base.html കുറച്ച് സ്റ്റൈൽസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ടെംപ്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നതും പറഞ്ഞു തരാം. ഇതിപ്പോൾ സിമ്പിൾ ഫോം സബ്മിഷൻ പോലെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് ഇന്ന് തന്നത്. സോ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി മെത്തേഡ്സ് റെഫർ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ഓരോ മെത്തേഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കിനി റിസൾട്ട്സ് പേജിലല്ല, ഹോമിൽ നമുക്ക് ഇത് വേണമെന്നില്ല. നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ HTML ടാഗ്സിന് നമുക്ക് ഇതേപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ജിഞ്ച മെത്തേഡ് ഇതേപോലത്തെ ടാഗ്സ് ഉണ്ടാവില്ല, അതിന് നമ്മൾ ഇതേപോലെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഇത് കളയാൻ തന്നെ വേണ്ടി വരും. ജിഞ്ച മെത്തേഡ്സ് നമുക്ക് ഇതേപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നേക്കാം. ടെക്സ്റ്റ് കണ്ടന്റ് പൊക്കോളും, ബട്ട് കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുന്ന കേസസിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു base.html കമൻറ്റ് ചെയ്തിട്ടാൽ ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പോയി. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ഹെഡറും ഫൂട്ടറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചില കേസസിൽ നിങ്ങൾക്കത് കണക്റ്റ് ആവാതെ വരാൻ ചാൻസസ് ഉണ്ട്. സോ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. അപ്ഡേറ്റഡ് വേർഷൻസിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവില്ല കേട്ടോ. പ്രീവിയസ് വേർഷൻസിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്താലുള്ള ഇഷ്യൂസ് വരുമായിരുന്നു. ഓക്കെ, സോ ഞാനിത് പഴയ പോലെ തന്നെ ആക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രഷ് ചെയ്യുന്നുണ്ട്. സോ ഇതേപോലെ base.html കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ആ സെയിം ഫോർമാറ്റ് ഫോളോ ചെയ്തോട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് നമ്മൾ ചെയ്യുന്നത്. ഇനി അപ്കമിങ് ക്ലാസ്സസിൽ നമ്മൾ base.html നമ്മൾ ഹെഡർ ഫൂട്ടർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യും. നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ മുമ്പ്? ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് കൊടുത്താൽ കിട്ടും. ബൂട്ട് സ്ട്രാപ്പ് 5 എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് കിട്ടും, ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടോ CDN എന്ന് പറയും, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്, CDN എന്ന് പറയും. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൻ്റെ സ്റ്റൈലിങ് CSS ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ബൂട്ട് സ്ട്രാപ്പ് നല്ലൊരു ഓപ്ഷനാണ്. ജസ്റ്റ് അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കാം കേട്ടോ. ഡൗൺലോഡ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് CDN കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ദെൻ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ടാബുലർ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഗ്രിഡ് ഉണ്ട്, ഗ്രിഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. സോ ഓരോന്നിൻ്റെയും സ്റ്റൈലിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് ആണ്. സോ ആ CDN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു പേജിലും, നമ്മുടെ HTML പേജിലൊക്കെ നമുക്ക് ഈ ഒരു CDN അല്ലെങ്കിൽ CSSൻ്റെ CDN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഗ്രിഡ് ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനും പല ചേഞ്ചസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആവും, കണ്ടോ. ഇതിപ്പോൾ ഈക്വൽ വിഡ്ത്തുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ ഈക്വൽ വിഡ്ത്തുള്ള ലേഔട്ട്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. HTML നമുക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാമല്ലോ. സോ അതേപോലെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ക്വറീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്ത് വെക്കുക, നമുക്കിനി ആവശ്യം വരും. ദെൻ ഇതിൽ HTML മാത്രമല്ല ജാവാസ്ക്രിപ്റ്റും CSS ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ സ്റ്റൈലിങ്ങിനാണ് നമ്മൾ മെജോറിറ്റി ഇത് യൂസ് ചെയ്യുക. സോ ഇതേപോലെ തന്നെ കണ്ടെയ്നർ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കോളം സ്പേസ്ഡ് ആണ്. ടാബുലർ സ്ട്രക്ചറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഇമേജസിൻ്റെ കേസിലും അതേപോലെ തന്നെ റെസ്പോൺസീവ് ഇമേജ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിന് സ്പെസിഫിക് ക്ലാസ് നമുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോന്നിനും മാനുവലി നമ്മൾ സൈസ് കൊടുക്കണേക്കാളും ഭേദമാണല്ലേ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഐഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിനു മുമ്പ് ക്ലാസ്സും ID തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ക്ലാസ്, എന്താണ് ID യൂസ് ചെയ്തിട്ടുണ്ടോ? CSS പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ്
ഹുക്ക് കോൺസെപ്റ്റിൽ വരുന്നതാണോ അല്ലെങ്കിൽ ഇതിൽ HTML വരുന്നതാണോ? HTML ഹുക്ക് കോൺസെപ്റ്റിൽ വരുന്ന ക്ലാസ് ആണോ ചോദിച്ചത്, ഇല്ലെങ്കിൽ HTML വരുന്നതാണോ ചോദിച്ചത്? HTML CSS യൂസ് ചെയ്തിട്ടില്ല. ക്ലാസ് ID യൂസ് ചെയ്തിട്ടില്ല. ഇല്ല മാഡം. നിങ്ങൾക്ക് അപ്പൊ CSS ൽ എന്തൊക്കെ എടുത്തിരിക്കുന്നത്? HTML CSS ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത്? ബൂട്ട്സ്ട്രാപ്പ് ചെറുക്കെ ചെയ്തിട്ടുണ്ട്, അത് പ്രൊജക്ട് ചെയ്ത സമയത്തൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് HTML CSS ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് CSS എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഇന്റേണൽ CSS, ഇൻലൈൻ. അതെങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്തത്? അപ്പൊ എക്സ്റ്റേണൽ CSSനെയും അതേപോലെ ഇന്റേണൽ CSSനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്തായിരുന്നത്? ജസ്റ്റിലേക്ക് മൊത്തം നോക്കിയിട്ട് വന്നാൽ മതിയോ? അത് കുറച്ച് നാളായ കാരണം ഒന്ന് റിഫ്രഷ് ചെയ്താലോ നല്ലതാണ്. ഓർക്കുന്നില്ല. അതെ. ഓക്കെ, HTML CSS ജാവാസ്ക്രിപ്റ്റ്, ഞാനത് ആദ്യമേ പറഞ്ഞത്. ജസ്റ്റ് ആ ഒരു ക്ലാസ്സസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാം, നമുക്കതൊക്കെ ആവശ്യം വരുന്നുണ്ട്. ബിക്കോസ് നമ്മളിവിടെ മെജോറിറ്റി ഐഡിയും ക്ലാസ്സും ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് പ്രൊജക്ട് ലെവൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനും മാനുവലി നമ്മൾ തന്നെ സ്റ്റൈൽ ചെയ്യാൻ നിന്നാൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് നമ്മൾ ഒത്തിരി ടൈം അതിൽ വേസ്റ്റ് ആവും. സോ നമ്മൾ മെജോറിറ്റി ഞാൻ ബൂട്ട്സ്ട്രാപ്പ് ആണ് പ്രിഫർ ചെയ്യുക. ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരും, എങ്ങനെയാണ് ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരും. ബട്ട് പ്രൊജക്ട് ലെവൽ ലൈക്ക് പ്രൊജക്റ്റിലേക്ക് കടക്കുമ്പോഴും ഞാൻ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ടെംപ്ലേറ്റ് വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. സോ ബൂട്ട്സ്ട്രാപ്പ് ആകുമ്പോഴും നമ്മൾ ആ സ്റ്റൈലിംഗ് ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴേ കാണിച്ചത്. നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇമേജസിൻ്റെ ആയിക്കോട്ടെ, ടേബിൾസിൻ്റെ ആയിക്കോട്ടെ, ഫോം കൺട്രോൾസ് നമുക്ക് ആവശ്യം വരുന്നതാണ്. ബിക്കോസ് ഫോംസ് നമുക്ക് എന്തായാലും വേണം. സോ അതിൽ പല ടൈപ്സ് ഫോംസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഫോൺസ് സ്റ്റൈൽസ് ഒക്കെ വേണ്ടത്, അതേപോലെ ചെക്ക് ബോക്സ്, റേഡിയോസ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. സോ കണ്ടോ, ഇതിലൊക്കെ മെജോറിറ്റി ക്ലാസ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ക്ലാസ്സും IDയും എന്താണെന്നുള്ള നല്ല ധാരണ നിങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ക്ലാസ്സും ID തമ്മിലുള്ള ഡിഫറൻസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കി വയ്ക്കുക, നമുക്ക് ആവശ്യമുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇൻപുട്ട് ഗ്രൂപ്പ്സ്, ദെൻ ലേ ഔട്ട്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഇവിടെ കണ്ടോ കമ്പോണൻസ് പറയുന്നുണ്ട്, അലേർട്സ് ഉണ്ട്. അതേപോലെ അലേർട്സ് എങ്ങനെ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഒക്കെ നമുക്ക് ആവശ്യം വരുന്ന കേസസാണ്. ഈ ഷോ ലൈവ് അലേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് വരുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂന്നെടുപ്പിക്കുക. അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ ബട്ടൺസ് ഉണ്ട്. ദെൻ കണ്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ആയി വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബട്ടൺ ഗ്രൂപ്പ് ഉണ്ട്, ക്ലോസ് ബട്ടൺസ് ഉണ്ട്. ഇതേപോലെ ഗ്രൂപ്പ്ഡ് ബട്ടൺസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റൈലാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ക്ലാസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. BTN പ്രൈമറി എന്ന് പറയുന്ന ക്ലാസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാനുവലി ഇരുന്ന സ്റ്റൈൽ ചെയ്യുന്നേക്കാളും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അത് പറയുന്നത്. അതേപോലെ നാവ് ബാർ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യും കേട്ടോ. സോ ഇതേപോലെ നമുക്കൊരു കസ്റ്റമൈസ് നാവ് ബാർ കിട്ടും. സോ അതിനെ നമ്മൾ നമ്മുടെ രീതിക്ക് കൺവേർട്ട് ചെയ്യും. സെർച്ച് ഓപ്ഷനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് തന്നെയാണ് റീഡയറക്ട് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ ഐക്കൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. സോ ഇതേപോലുള്ള ടെക്സ്റ്റ് ഐക്കൺസോ അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. സോ നിങ്ങൾ മുമ്പത്തെ പോർഷൻസ് മസ്റ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കണം കേട്ടോ. HTML CSS പോർഷൻ ജാവാസ്ക്രിപ്റ്റും കൂടെ നോക്കിയാൽ അത്രയും നല്ലത്. സോ അത് നമുക്ക് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള പോർഷൻസ് ആണ്, അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സോ ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെക്കുക. അതേപോലെ ബാക്കി റിക്വസ്റ്റ് മെത്തേഡ്സ് ഏതൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എന്തായാലും ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. സോ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കാം. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു.